Put him on Ankalaev. Yes, put him against Ankalaev. അലക്സ് പെരേര വേഴ്സസ് അങ്കലാവ്. ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം കണ്ടിട്ട് ഒരുപാട് പേര് ഞെട്ടിയേക്കുന്നത് കണ്ടു. അതിൻ്റെ യാതൊരു കാര്യമില്ല. ഈ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചാണ്, ഒരുപാട് പേരും പ്രതീക്ഷിച്ചാണ്. കാരണം ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അലക്സ് പെരേര വേഴ്സസ് അങ്കലാവിനെ കുറിച്ചിട്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സ് പെരേര ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം അലക്സ് പെരേര UFC ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതിന് പെരേര ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മിക്കവാറും അങ്കലാവ് ആയിരിക്കും ജയിക്കുന്നത്. അങ്കലാവ് മിക്കവാറും ഡിസിഷൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് എക്സാക്ട്ലി അതുപോലെ തന്നെ നടന്നിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഫൈറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം അത് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ. നീ നമ്മുടെ മല്ലു നോക്കൗട്ടിൽ അവർ ചെയ്തോളും, അല്ലെങ്കിൽ നമ്മുടെ ദീപക് അശോകൻ ചേട്ടൻ ചെയ്തോളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ ലെവൽ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ നമ്മുടെ DJയുടെ ചാനൽ പോയി നോക്കിയാൽ മതി. അത് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവി എന്ത്, അതായത് UFC ഭാവി എന്ത്, പെരേര തോറ്റതോടെ മൊത്തത്തിൽ കൊള്ളാമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മുടെ MMA ഗുരുവൊക്കെ ഭയങ്കര മാസീവ് മെൽഡൗൺ. MMA ഗുരു മാത്രമല്ല, അലക്സ് പെരേര ഫാൻസ് മൊത്തത്തിൽ ഭീകര മെൽഡൗൺ, പലരും റോബറി എന്ന് പറയുന്നുണ്ട്, എന്നാൽ ചിലർ വേറെ പലതും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാൻസിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഡൈവേഴ്സ് ഒപ്പീനിയൻ പോലെ എനിക്ക് തോന്നി. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബാറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സ് പെരേര വേഴ്സസ് അങ്കലാവ് എന്ന് പറയുന്നതിനേക്കാളും UFC തന്നെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള രണ്ട് ഫാൻഡംസ് നമ്മളുള്ള ഫൈറ്റ്സും കൂടെ ആയിരുന്നത്. അതായത് ഇപ്പം അങ്കലാവിന് പ്രത്യേകിച്ച് അങ്ങനെ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പം അങ്കലാവ് ഫാൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം താടി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അതെന്ന് പറയുമ്പോൾ റിലീജിയസ് ഫാൻസാണ്, അവരെ നമ്മൾ ഫാൻസായിട്ട് കൂട്ടുന്നില്ല. പിന്നെ ഈ പറയുന്ന അലക്സ് പെരേര ഗ്ലേസിങ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ, അതായത് ശരിക്കും ഈ ഒരു ഫൈറ്റിൽ ശരിക്കും ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ഉള്ള ഒരുപാട് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഈ പറയുന്ന അലക്സ് പെരേര ഗ്ലേസിങ് അങ്ങ് എക്സ്ട്രീം ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന അങ്കലാവിനെ ഒട്ടും മുഖവിലേക്ക് എടുക്കാത്ത രീതിയിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ഒരു ഇതുപോലെ എങ്കിൽ പിന്നെ അലക്സ് പെരേര ഒന്ന് തോറ്റിരുന്ന കൊള്ളായിരുന്നു എന്നുള്ള രീതിയിൽ അങ്കലാവിൻ്റെ സൈഡ് പിടിച്ച ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അല്ലാതെ ശരിക്കും അങ്കലാവ് ഫാൻസ് പറയുന്ന ആരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാഗിസ്ഥാനി ഫാൻ ബേസ് അങ്കലാവിൻ്റെ സൈഡിലായിരുന്നു. അന്നേരം എഗൈൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഡാഗിസ്ഥാനി ഫാൻ ബേസ് വേഴ്സസ് അലക്സ് പെരേര ഫാൻ ബേസ് തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. എനിവേ അലക്സ് പെരേര ഫാൻസിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാര്യം ഈ ഒരു ഫാൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് രസമാണ്. അതായത് പലരും പല ഒപ്പീനിയൻസാണ് ഞാൻ കേട്ടത്. ചിലർ പറയുന്നു അതായത് റോബറിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ചിലരാണെങ്കിൽ ഇതുപോലെ റോബറി ഒന്നുമല്ല, പക്ഷേ അങ്കലാവിനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാര്യം UFC അത് മോശമാണ്. കാര്യം അലക്സ് പെരേര തോറ്റപ്പോഴത്തേക്ക് UFC എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോൾ നമ്മുടെ MMA ഗുരുവൊക്കെ ഇതുപോലെ വന്നിട്ട് അങ്കലാവിനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അങ്കലാവ് സപ്പോർട്ടേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡയലോഗ്സ് അടിച്ചായിരുന്നു. കാര്യം അലക്സ് പെരേര തോക്കുന്നത് ശരിക്കും UFC ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സ് പെരേര ജയിക്കുന്നതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഡയലോഗ്സ് MMA ഗുരുവിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് അങ്ങനെ കുറേ ആർഗ്യുമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വേറെ കുറച്ച് പേര് ഇതുപോലെ അലക്സ് പെരേര വാസ് നെവർ ദാറ്റ് ഗുഡ്, അതിന് അലക്സ് പെരേര അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. അതിന് അങ്ങനെയൊക്കെ ഈ MMA ഗുരുവിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം. അതിന് ഈ ഒരു ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും എക്സ്പെക്ട് ചെയ്ത റിസൾട്ടായിരുന്നു. ഏറെക്കുറെ നമ്മൾ എങ്ങനെയൊക്കെ വിചാരിച്ചോ ആ രീതിയിലൊക്കെ തന്നെയാണ് ഫൈറ്റ് പോയത്. പിന്നെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു എക്സാക്റ്റ് ഡയലോഗാണ്, അതായത് താടി കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, അങ്കലാവ് എന്നുള്ള ഒന്നാമത്തെ സ്ട്രൈക്കറാണ്, റെസ്ലർ അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സെയിം കാര്യമാണ് ഇവിടെ നടന്നത്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറേ ക്ലോസ് റൗണ്ട് ആയിരുന്നു. അലക്സ് പെരേരയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നേ ഉള്ളൂ. പക്ഷേ അതെന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ട്രീം ക്ലോസ് റൗണ്ട് ആയിരുന്നു. പിന്നെ ഒരുപാട് ഒരു റോബറിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് റോബറി ഒന്നും ആയിരുന്നില്ല. ഇപ്പം പെരേരയ്ക്ക് കിട്ടിയിരിക്കുന്ന റൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ക്ലോസ് റൗണ്ട്സ് ആയിരുന്നു. എന്നാൽ അങ്കലാവ് ജയിച്ചിരിക്കുന്ന റൗണ്ട്സ് അത്യാവശ്യം ഡോമിനൻ്റ് റൗണ്ട്സും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും അങ്കലാവാണ് ഫൈറ്റ് ജയിച്ചത്. ഈ പറയുന്ന റോബറി എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അലക്സ് പെരേര ശരിക്കും അങ്കലാവ് ഔട്ട് സ്ട്രൈക്ക് ചെയ്യുക തന്നെ ചെയ്തു. പിന്നെ ഒരുപാട് പേര് ഈ പറയുന്ന ക്ലിഞ്ചിങ്ങിൻ്റെ പേര് പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾക്ക് സബ്മിഷൻ ഇഷ്ടമല്ല, ടേക്ക് ഡൗൺ ഇഷ്ടമല്ല, ഗ്രൗണ്ട് ഗെയിം ഇഷ്ടമല്ല, ഇതിപ്പോൾ നോക്കൗട്ട്സ് മാത്രം കാണാനാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ UFC കാണണമെന്നില്ല, MMA കാണണമെന്നില്ല, നിങ്ങൾ വല്ല കരാട്ട കോമ്പാറ്റോ മറ്റേ പോയി കാണുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ബോക്സിങ്ങോ മറ്റേ പോയി കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം അത് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എന്നുള്ള രീതിയിൽ, അതായത് ഈ പറഞ്ഞ അലക്സ് പെരേര ജയിക്കും, അലക്സ് പെരേര ലെഫ്റ്റ് ഹുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു അലക്സ് പെരേര ഫാൻസിന് ഇപ്പോഴെങ്കിലും റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഉണ്ടായിട്ടില്ല, അത് വേറെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുമ്പം ഞാൻ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫേവറേറ്റ് ഒന്നും പറയാൻ വേണ്ടിയൊന്നുമില്ല. അലക്സ് പെരേര ജയിച്ചാൽ കൊള്ളാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്കിപ്പം ഞാൻ അങ്ങനെ ഹാർഡ് കോർ ആയിട്ട് ഇവർ രണ്ടുപേരെയും ഫാനോ സൈഡ് പിടിക്കുന്ന ആളൊന്നുമല്ല. കാരണം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല ഗ്രൂപ്പുകളിലൊക്കെ ഇതുപോലെ അലക്സ് പെരേര ഗ്ലേസിങ് അങ്ങ് എക്സ്ട്രീം ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും കരുതി, അതായത് അപ്പം ഈ പറയുന്നത് ഇവർക്കൊന്ന് റിയാലിറ്റീസ് ഒക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. അതായത് ഇപ്പം അങ്കലാവ് വന്നിട്ട് അലക്സ് പെരേര എടുത്തിട്ട് ഔട്ട് റെസ്ലിങ്ങോ ഇപ്പം അലക്സ് പെരേര ജയിക്കുകയോ തോക്കോ അതെനിക്ക് മാറ്ററേ അല്ല. പക്ഷേ അങ്കലാവ് അലക്സ് പെരേര ഗ്രൗണ്ടിൽ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അലക്സ് പെരേര നന്നായിട്ട് ഗ്രൗണ്ടിൽ കിടന്ന് സഫർ ചെയ്തിരുന്നേ കൊള്ളായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഒരു ട്രിക്കും കൊണ്ട് നടക്കുന്ന ഒരാളെ, അലക്സ് പെരേര വൺ ട്രിക്ക് പോണിയൊന്നും ഞാൻ വിളിക്കല്ല, പക്ഷേ എന്ത് പറഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് ഹുക്ക് എടുത്തുകൊണ്ടിരുന്ന കാര്യം കുറച്ച് ക്രിഞ്ചാണ്. ഞാൻ അലക്സ് പെരേര സ്ട്രൈക്കിങ്ങിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് എസ്പെഷ്യലി അലക്സ് പെരേര കിക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഈ പഞ്ചസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അലക്സ് പെരേര പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സ് പെരേര പവർ അന്യായമാണ്, അതിൻ്റെ കൂടെ തന്നെ ടൈമിങ് നല്ലതാണ്. അല്ലാതെ ഭീകര ടെക്നിക്കലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് പലപ്പോഴും ഇങ്ങോട്ട് പ്രഷർ കിട്ടുമ്പോഴത്തേക്ക് അലക്സ് പെരേര ബിഹേവ് ചെയ്യുന്ന രീതി പലപ്പോഴും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുറച്ച് വേഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം അലക്സ് പെരേര ശരിക്കും ഒരു പ്രോപ്പർലി ഒരു പ്രഷർ ഫൈറ്ററിനെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അന്നേരം അങ്ങനെ ഒരു ഫൈറ്ററിനെ ഇപ്പോൾ ഫൈറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഔട്ട്കം ഈ രീതിയിലുമായി. അല്ല, അതുകൊണ്ട് തന്നെ അലക്സ് പെരേര ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അലക്സ് പെരേര വാസ് നെവർ ദാറ്റ് ഗുഡ്, ആ രീതിയിലൊന്നും പറയല്ല. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു അലക്സ് പെരേര പലപ്പോഴും എങ്ങനെയൊക്കെയോ ജയിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ആ വീഡിയോയുടെ താഴെ അലക്സ് പെരേര എങ്ങനെയൊക്കെയോ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ അലക്സ് പെരേരയുടെ സ്കിൽസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എങ്ങനെയോ എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അലക്സ് പെരേരയുടെ ഫൈറ്റ്സ് കാണുമ്പോഴത്തേക്കും എനിക്ക് സെൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാര്യം ഒരുപാട് ലൂപ്പ് ഹോൾസ് അലക്സ് പെരേരയുടെ ഫൈറ്റിലുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിലും സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പം ഒരുപാട് പേരും പറഞ്ഞു ഇതുപോലെ അലക്സ് പെരേര അങ്കലയോട് സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അലക്സ് പെരേരയ്ക്ക് ഈസിലി എഡ്ജ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് കംപ്ലീറ്റ്ലി അങ്കലയവിന് പെരേരയുടെ മുമ്പിൽ യാതൊരു ചാൻസും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം അലക്സ് പെരേര വേഴ്സസ് ഇസ്രായേൽ അഡിസാനിയ US വന്നിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റിലാണെങ്കിലും അഡിസാനിയ തോറ്റു. അഡിസാനിയ TKO ആവുന്നവരെ അഡിസാനിയ ലീഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. അഡിസാനിയ പെരേരയെ ഔട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പെരേര ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഫൈറ്റിൽ അഡിസാനിയ പെരേരയെ നോക്കൗട്ട് ചെയ്തു, കൗണ്ടർ സ്ട്രൈക്ക് ചെയ്ത് നോക്കൗട്ട് ചെയ്തു. പിന്നെ ഖലീൽ റൗണ്ടറിയുള്ള ഫൈറ്റ് റാങ്കിങ്ങിൽ എത്രയോ താഴെയുള്ള ഖലീൽ റൗണ്ടറി അലക്സ് പെരേരയെ ഫസ്റ്റ് 2 റൗണ്ട്സ് ഔട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിനും അങ്ങനെ നിൽക്കുന്ന അലക്സ് പെരേരയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് നിന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്കലൈവിനെ തിരിച്ച് ഔട്ട് സ്ട്രൈക്ക് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ. അതിന് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഫാൻസ് നേരെ അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്ക് എന്ന് പറഞ്ഞിട്ട് വരും. ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്ക്, പക്ഷേ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്കിന് മുമ്പ് ആക്കി പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പോൾ ഫാൻസ് പറയുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ആരെങ്കിലും അലക്സ് പെരേര ടേക്ക് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാലോ, പക്ഷേ എന്നാലും അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്ക് ഭയങ്കരമാണ്. ഇപ്പം ആരെങ്കിലും അലക്സ് പെരേരയുടെ ബാക്ക് ടേക്ക് ചെയ്താലോ, പക്ഷേ എന്നാലും അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്ക് ഭയങ്കരമാണ്. ജോൺ ജോൺസ് ചിലപ്പം ഗണ്ണും കൊണ്ട് വന്നാലോ, എന്നാലും അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്ക്. ഈ രീതിയിലാണ് ആർഗ്യുമെൻറ്റ്സ് പോകുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് പെരേരയുടെ ലെഫ്റ്റ് ഹൂക്ക് എത്ര നാൾ ഈ ഒരു ലെഫ്റ്റ് ഹൂക്ക് കണക്റ്റ് ആയില്ലെങ്കിലോ, ലെഫ്റ്റ് ഹൂക്ക് കൊണ്ടിട്ട് വീണില്ലെങ്കിലോ ഇതുപോലത്തെ പോസിബിലിറ്റീസ് അവിടെ ഇല്ലേ അന്നേരം. പക്ഷേ എന്നാലും ലെഫ്റ്റ് ഹൂക്ക് ഈ ഒരു ഫൈറ്റ് നിങ്ങൾ കണ്ടില്ലേ, ലെഫ്റ്റ് ഹൂക്ക് പ്രോപ്പർലി കണക്ട് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള സ്പേസ് കിട്ടിയില്ല. അങ്കലാവ് ഭയങ്കര ഡിഫൻസിലാണ് വന്നത്. അങ്കലാവിൻ്റെ സൈഡിൽ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അന്നേരം ഒരു കിക്ക് വെക്കുന്നില്ല, പഞ്ച് വെക്കുന്നില്ല, ഒന്നുമില്ല. പോരെ തന്നെ ആ പഞ്ച് കണക്ട് ചെയ്യാനുള്ള ഒരു ഏരിയയും കിട്ടുന്നില്ല. മാത്രമല്ല അലക്സ് പെരേര ഒരുപാട് എറേഴ്സ് വരുത്തിയിട്ടുണ്ട്. ഒരുപാട് ഇപ്പം ജാബ് ചെയ്യാനുള്ള പറ്റുന്ന സ്ഥലത്തോ തിരിച്ച് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തോ അലക്സ് പെരേര ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ ഒരു ഫൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കലാവ് ഷോൺ സ്ട്രിക്ലൻഡ് പെരേര, അതായത് ഷോൺ സ്ട്രിക്ലൻഡ് ഫൈറ്റ് ചെയ്യുന്ന പോലെ കുറേയൊക്കെ തോന്നിയത്. അത് ഭയങ്കര ഡിഫൻസിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ വാക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. അലക്സ് പെരേരയ്ക്ക് വേറെ സ്ഥലമൊന്നും കിട്ടില്ല, എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്ക് ഈ ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് അലക്സ് പെരേര നേരെ പുറകോട്ട് വരാൻ തുടങ്ങിയത്. അങ്കലാവ് ആണെങ്കിൽ സൂപ്പർ അഗ്രസീവ് ആയിരുന്നു. അല്ല അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ തിരിച്ച് കിട്ടി. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് MMA ആണ് ഇവിടെ സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്ക് മാത്രമല്ല ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അലക്സ് പെരേര ടേക്ക് ഡൗൺസിൻ്റെ പേര് ഹൈലി കോഷ്യസ് ആയിരുന്നു. എപ്പോഴും താഴോട്ട് നോക്കും, ടേക്ക് ഡൗൺസ് വരുന്നുണ്ടോ, അങ്കലാവ് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുന്നുണ്ടോ. അത് ഈ ഒരു ശ്രദ്ധയാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ അലക്സ് പെരേര ശരിക്കും ഫൈറ്റ് ജയിക്കാൻ നോക്കുന്നതിനേക്കാൾ ഉപരി അലക്സ് പെരേര ഫൈറ്റ് തോക്കാതിരിക്കാൻ നോക്കുമായിരുന്നു. അലക്സ് പെരേര ഡിഫൻസിലായിരുന്നു. അവസാനം 5th റൗണ്ട് ആയപ്പോഴാണ് കുറച്ചെങ്കിലും അഗ്രസീവായിട്ട് തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഫൈറ്റ് തീർന്നു. പിന്നെ റീമാച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മറ്റേ ഈസി റീമാച്ച് വന്നപ്പോഴത്തേക്ക് പെരേര വേ ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം അങ്കലാവിൻ്റെ ആ ഒരു ഈ ഒരു ശരിക്കും എന്നെ ഭയങ്കര സർപ്രൈസ് ചെയ്തൊരു കാര്യമാണ് ഈ പറയുന്ന ടേക്ക് ഡൗൺ ഡിഫൻസ്. ടേക്ക് ഡൗൺസ് ഡിഫെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കളി ജയിക്കത്തില്ല, പക്ഷേ എങ്കിലും ടേക്ക് ഡൗൺ ഡിഫൻസ് ഇത്ര 12 എണ്ണത്തിൽ 12 ഡിഫെൻഡ് ചെയ്തു. അതെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇമ്പ്രസീവ് തന്നെയായിരുന്നു. അന്നേരം സെക്കൻഡ് ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അലക്സ് പെരേരയ്ക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സ് പെരേര ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഈ ടേക്ക് ഡൗൺസിൻ്റെ കാര്യമുണ്ടല്ലോ, അതായത് അങ്കലാവിൻ്റെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പെരേരയ്ക്ക് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. അങ്കലാവ് ചെലുത്തുന്ന പ്രഷർ കാര്യങ്ങളൊക്കെ പെരേരയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല അലക്സ് പെരേര ഈ ഒരു ഫൈറ്റിന് പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒരു പ്രോപ്പർ ഗെയിം പ്ലാനുമായിട്ടല്ല വന്നിരുന്നത്. അലക്സ് പെരേര പ്രിപ്പയർഡ് ആയിരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്കലാവിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടും ആ ഒരു അങ്കലാവിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുത്ത് കളയുന്നല്ല, പക്ഷേ അലക്സ് പെരേര പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഫൈറ്റിന് 1 മാസം മുമ്പ് അലക്സ് പെരേര സ്ട്രിക്ലൻഡ് വേഴ്സസ് DDP ഫൈറ്റിൽ സ്ട്രിക്ലൻഡിൻ്റെ കോർണറിൽ പോയി നിൽക്കുന്നുണ്ട്. അത് ഓസ്ട്രേലിയയിൽ. അതുമാത്രമല്ല ഒരാഴ്ചത്തോളം അവിടെ ഉണ്ടായിരുന്നു. മറ്റേ ഡ്രേക്കിൻ്റെ കൂടെ ഏതാണ്ട് ഒരു കൺസേർട്ടിൽ നിൽക്കുന്നുണ്ട്. അന്നേരം ശരിക്കും ഈ ഒരു സ്റ്റാർഡം അലക്സ് പെരേരയെ കുറേയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കോണർ മക്ഗ്രിഗറിൻ്റെ കാര്യം പറയുന്നല്ലേ, ആ ഒരു സ്റ്റാർഡത്തിനാണ് അലക്സ് പെരേര നിൽക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അത്ര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കലാവിൻ്റെ ഒരു പ്രോപ്പർ ഒരു വീഡിയോ ഫുട്ടേജ് പോലും പുറത്ത് വരുന്നില്ല. അങ്കലാവ് ആ രീതിയിൽ ലോക്ക്ഡൗൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്നാൽ അലക്സ് പെരേര ആവട്ടെ ഈ ലോകം മൊത്തം ചുറ്റാൻ നടക്കുമായിരുന്നു, ഇല്ല ടൂർ പോലെ നടക്കുമായിരുന്നു. അതിന് അത്രയും അണ്ടർ പ്രിപ്പയർഡ് ആയിരുന്നു അലക്സ് പെരേര. അതൊക്കെ ഈ ഒരു ഫൈറ്റിൽ നന്നായിട്ട് നേടിച്ചിട്ടുണ്ട്. What is Pereira still doing in Australia, Chill? He fights in 2 weeks. It's concerning to me.
അലക്സ് പെരേര എവിടെയെങ്കിലും ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവസാനം ശേഷിച്ച സമയം മുഴുവൻ ഈ പറയുന്ന ടേക്ക് ഡൗൺ ഡിഫൻസിൽ മാത്രം എന്തോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് വർക്കായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ അലക്സ് പെരേര ഹെവിലി അണ്ടർ പ്രിപ്പയർഡ് ആയിരുന്നു. അങ്കലാവ് നല്ല ഒന്നാം തരം ഗെയിം പ്ലാനുമായിട്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ അലക്സ് പെരേര ഫെയിലായി. അന്നേരം ഈ ശരിക്കും നമ്മൾ ഈ ഒരു ഔട്ട്കം പ്രതീക്ഷിച്ചിരുന്നതാണ്. അന്നേരം ഈ റീമാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും അലക്സ് പെരേരയ്ക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ആരെങ്കിലും പിക്ക് ചെയ്യുന്നുണ്ട് മിക്കവാറും അലക്സ് പെരേരയ്ക്കായിരിക്കും. കാര്യം ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുന്നില്ല. പക്ഷേ ഏജൻറ്റ് ഫാക്ടറുണ്ട്. 30-37 വയസ്സായി. ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ഈ പറയുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് ആ ഒരു പ്രഷർ തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ പുറകോട്ട് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്കലാവ് തരുന്ന പ്രഷറിന് ആ ഒരു സക്കംബ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അലക്സ് പെരേരയ്ക്ക് ചാൻസ് ഉണ്ട്. അന്നേരം ഒരു റീമാച്ച് വരുമ്പോഴത്തേക്ക് അലക്സ് പെരേര ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് പേരും പറയുന്നൊരു ആർഗ്യുമെൻ്റാണ് ഒരു സൂപ്പർ സ്റ്റാർ വീണു, ഇനി ശരിക്കും UFC അത് വളരെ മോശം ന്യൂസ് ആണെന്നുള്ള രീതിയിലൊക്കെ. ഇപ്പം MMA ഗുരുവൊക്കെ ഭയങ്കര മാസീവ് മെൽഡൗൺ. അതായത് നിങ്ങൾ എന്തിനാണ് അങ്കലൈവിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്കലൈവ് ഫാൻസ് ശരിക്കും ആരാണ്, എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നത് കേട്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒബ്വിയസ്ലി അലക്സ് പെരേര ജയിക്കുന്നത് നല്ലതാണ്. കാര്യം UFC വലിയൊരു സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ അലക്സ് പെരേര തോറ്റെന്ന് കരുതിയിട്ട് എല്ലാ സാധ്യതകളും ഇങ്ങനെ അടയുന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ പോസിബിലിറ്റീസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആ ഒരു ടോമസ് ആസ്പിനൽ വേഴ്സസ് ജോൺ ജോൺസ് ഫൈറ്റിനെ കുറിച്ചിട്ട്, അതായത് ഇപ്പോൾ പെരേര ജയിക്കുകയായിരുന്നെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പെരേര ജയിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ജോൺ ജോൺസ് ആയിരിക്കും. പെരേര ജയിക്കുകയാണെങ്കിൽ നേരെ ഈ പറയുന്ന ഒരു സൂപ്പർ ഫൈറ്റിന് വേണ്ടിയിട്ട് ജോൺ ജോൺസിനെ പെരേര തമ്മിൽ മാച്ചപ്പ് ചെയ്യാൻ ഡാന എങ്ങനെയെങ്കിലുമൊക്കെ നോക്കും. അത് ഈ ടൈറ്റിലിന് വേണ്ടിയിട്ടോ എനിക്കറിയത്തില്ല എങ്ങനെ ആയിരിക്കും. അന്നേരം ശരിക്കും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പെരേര തോറ്റൊരു സിറ്റുവേഷനിൽ ജോൺ ജോൺസിന് മുമ്പിൽ ഇനി വേറൊരു ഓപ്ഷനും ഇല്ല. ഒന്നുകിൽ ടോം ആസ്പിനലിനെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യുക. ഈ ഒരു ഓപ്ഷനേ പുള്ളിയുടെ മുമ്പിലുള്ളൂ. എന്നാൽ അതുകൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന ജോൺ ജോൺസിന് പെരേര ഹ്യൂമൻ ഷീൽഡിൻ്റെ റൂട്ട് ഫ്രണ്ടിൽ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. ടോം ആസ്പിനലിനെ ഫൈറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം അതൊരു പോസിബിലിറ്റി. അത് മാത്രമല്ല ഇപ്പം പെരേര ഇപ്പം അങ്കലാവിനെയും തോപ്പിച്ചിട്ട് നേരെ ഹെവി വെയിറ്റോട്ട് പോകുകയാണെങ്കിൽ ഇപ്പം ബാക്കി ലൈറ്റ് ഹെവി ഡിവിഷൻ മൊത്തം ഇല്ല പെരേരയുടെ പിള്ളേരെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. അതായത് എല്ലാവരും പെരേരയുടെ താഴെ വരുന്നില്ല, എല്ലാവരെയും പെരേര നശിപ്പിച്ചിട്ട് പോയതാണ് എന്നുള്ള രീതിയിൽ. അതിന് കുറേ ഇൻഫീരിയർ കളിക്കാർ മാത്രമായിരിക്കും ലൈറ്റ് ഹെവി വെയിറ്റിൽ. ഇപ്പോൾ പെരേര തോറ്റ സ്ഥിതിക്കുന്ന പറയുന്നത് പുതിയൊരാൾ വന്നിരിക്കുകയാണ് അങ്കലാവ്. മാത്രമല്ല ഇപ്പോൾ എനിക്ക് ഈ പെരേര വേഴ്സസ് ഇരി പ്രഹാസ്ക 3 ഫൈറ്റ് കണ്ടാൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന് വലിയ എക്സൈറ്റഡ് ഒന്നുമല്ല. പക്ഷേ ഇരി പ്രഹാസ്കയ്ക്ക് പെരേര തോപ്പിക്കാനുള്ള സംഭവം കയ്യിലുണ്ട്. ഇപ്പം ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏർലി സ്റ്റോപ്പേജ് ആയിരുന്നു. സെക്കൻഡ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രഹാസ്ക കാണിച്ച മണ്ടത്തരമാണ്. തേർഡ് ഫൈറ്റ് വരുമ്പോഴത്തേക്ക് പ്രഹാസ്ക മറ്റേ ഹെഡ് മൂവ്മെൻറ്റ് ചിരി എന്നൊക്കെ പറയത്തില്ലേ, കാരണം നമ്മൾ ഈ ജമാൽ ഹില്ലിൻ്റെ കണ്ടതാണ്. ആ ഒരു ഹെഡ് മൂവ്മെൻറ്റൊക്കെ അൺലോക്ക് ചെയ്തിട്ട് വരുന്ന ചിരിയാണ്, ഇവോൾഡ് ചിരിയാണ്. അതിന് പുള്ളിക്കാരൻ ഇതുപോലെ പെരേരയ്ക്ക് വരെ നല്ല ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഇപ്പം ഈ പെരേര ജയിച്ചിരുന്നെങ്കിൽ ആ ഒരു ഫൈറ്റ് നടക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇനി ഈ പറയുന്ന പെരേര വേഴ്സസ് ഇരി 3 നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഇപ്പം അങ്കലാവ് ചാമ്പ്യനായിട്ടുള്ള സ്ഥിതിക്ക് പെരേര ഇത്രയും നാൾ സൂപ്പർ ആക്റ്റീവ് ആയിരുന്നു. അതിന് പെരേര ഇനി കുറച്ച് നാൾ ബ്രേക്ക് എടുക്കുമോ അതോ ഇമ്മീഡിയറ്റ് റീമാച്ച് ആയിരിക്കുമോ നമുക്കറിയത്തില്ല ഇനി എന്തായിരിക്കുന്നു. ഇമ്മീഡിയറ്റ് റീമാച്ചിനെ കുറിച്ച് എനിക്കറിയത്തില്ല. കുറച്ച് ശരിക്കും പറഞ്ഞാൽ പെരേര കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരുന്നതായിരുന്നു നല്ലത്. പക്ഷേ ഏജ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കറിയത്തില്ല. അന്നേരം ഈ പറയുന്ന അങ്കലാവ് നല്ലൊരു മാച്ചപ്പ് തന്നെയാണ് ഇരി പ്രഹാസ്ക. അത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. ഇപ്പം പെരേര റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്കലാവിനെ ഇരി പ്രഹാസ്ക ഡീത്രോൺ ചെയ്തിട്ട് ചാമ്പ്യനായിട്ട് അവിടെ നിൽക്കുമായിരിക്കും. അങ്ങനെ വീണ്ടും ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ചാമ്പ്യൻ ഇരി പ്രഹാസ്ക വേഴ്സസ് അലക്സ് പെരേര, അത് കിടിലൻ ഫൈറ്റ് ആയിരിക്കത്തില്ലേ 3 ഫൈറ്റ്. അന്നേരം അത് നല്ലതായിരിക്കും. അങ്ങനെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പം വേറൊരു പോസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ജോൺ ജോൺസിന് പെരേരയെ തന്നെ ഫൈറ്റ് ചെയ്താലേ പറ്റുന്നുള്ളതെന്ന് വെച്ചോ. പെരേര ഇപ്പം ഈ ഒരു തോൽവി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭീകര തോൽവിയൊന്നുമല്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എടുത്തിട്ട് റസൽ ചെയ്ത് നശിപ്പിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. വേണമെങ്കിൽ ഇത് റോബറി കൊടുക്കാന്നുള്ള രീതിയിലുള്ള ഫൈറ്റ് ആയിരുന്നു, റോബറി ആണെങ്കിൽ പോലും. അന്നേരം അത് അത്യാവശ്യം ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെരേര ഇല്ലാതായെന്നും പറയാൻ പറ്റത്തില്ല. പെരേര ഇപ്പോഴും നല്ലൊരു ഫൈറ്റർ തന്നെയാണ്. ഇനി ഈ പറയുന്ന ജോൺ ജോൺസ് വേഴ്സസ് പെരേര കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UFC വേണമെങ്കിൽ ഈ പെരേര വേഴ്സസ് ജോൺ ജോൺസ് ഒരു ലെഗസി ഫൈറ്റ് പോലെ വേണമെങ്കിൽ നടത്താം. അത് BMFന് വേണ്ടിയിട്ട് നടത്താൻ പറ്റും. അതായത് ഇപ്പോൾ പെരേര 2 ഡിവിഷൻ ചാമ്പ്യനായിരുന്നു, കൂടെ ഒരു BMF. അതുകൊണ്ട് ആദ്യമായിട്ട് 2 ഡിവിഷൻ പ്ലസ് BMF എന്നൊരു ടൈറ്റിൽ ഒരാൾക്ക് കിട്ടും. അതല്ല ഇപ്പോൾ ജോൺ ജോൺസ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ജോൺ ജോൺസിന് ഈ കരിയറിൽ പ്രത്യേകിച്ച് അച്ചീവ് ചെയ്യാനൊന്നുമില്ല, ഒരു BMF ബെൽറ്റും കൂടെ ഇനി ബാക്കിയുള്ളൂ. അതായത് ഈ ഒരു ഫൈറ്റ് BMF ബെൽറ്റിനാണെങ്കിൽ ജോൺ ജോൺസൺ ഹാപ്പിലി ഈ ഒരു ഫൈറ്റ് ജയിച്ച് BMF ആയിട്ട് വിരമിക്കാൻ പറ്റും. അന്നേരം ജോൺ ജോൺസ് ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തിട്ട് ജോൺ ജോൺസ് പെരേരയും കൂടെ BMFന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഹെവി വെയ്റ്റ് ഡിവിഷനെ മൂവ് ചെയ്യാനും വിടാം. ആ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തോൽവി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കുറേ കൂടെ പോസിബിലിറ്റീസ് തുറന്നു കിട്ടുക ചെയ്യുന്നത്. ഇപ്പം പെരേര ജയിച്ചിരുന്നെങ്കിലോ, പെരേര ജയിച്ചു കഴിഞ്ഞാൽ നേരെ വീണ്ടും ഹെവി വെയിറ്റിൽ പോവുക, അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു തോൽവി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ആ ഒരു പെരേരയുടെ സ്റ്റാർഡത്തിന് ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട്, അത്ര തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെരേര ജയിക്കണമായിരുന്നു, ജയിക്കാത്തത് കൊണ്ട് ആകെ മൊത്തം പ്രശ്നമായി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്
അങ്ങനെയൊക്കെ പറയുന്നൊരു വിവരക്കേടാണ്. അതിനെ കൂടുതൽ പോസിബിലിറ്റീസ് തുറന്നു കിട്ടുകയാണ് ഈ ഒരു സംഭവം വഴി കിട്ടിയത്. അതൊക്കെയാണ് കാര്യങ്ങൾ. അന്നേരം പെരേര ഫാൻസിനോട് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ചെറിയൊരു റിയാലിറ്റി ചെക്കാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്കലായ ഒരു റെസ്ലർ അല്ല. പക്ഷേ അങ്കലായ നല്ലൊരു റെസ്ലർ ആയിരുന്നെങ്കിൽ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു. പെരേരെ ശരിക്കും പറയാൻ ഹ്യൂമിലേറ്റ് ചെയ്ത് വിടാൻ അങ്കലായവന് പറ്റുമായിരുന്നു. അതുകൊണ്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളുടെ സർട്ടൻ ആസ്പെക്ട്സിൽ മാത്രം, അതായത് ഇന്ന കാര്യത്തിൽ നല്ലതാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇലിയ ടൊപ്പോരിയെ നമ്മൾ ഒരുപാട് ഒരു ഇസ്ലാമിനെതിരെ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇലിയ ടൊപ്പോരിക്ക് ഇസ്ലാമിനെ KO ചെയ്യുന്ന നല്ല ചാൻസ് ഉണ്ട്. ആ പറയുന്നത് ഇലിയ ടൊപ്പോരിക്ക് KO പവർ ഉള്ളതുകൊണ്ട് മാത്രമല്ല. ഇപ്പം ഡസ്റ്റിൻ പോരിയറിൻ്റെ കൂട്ട് ഇലിയ ടൊപ്പോരി കംപ്ലീറ്റ് സ്റ്റാൻഡ് അപ്പ് ഫൈറ്റർ ആയതുകൊണ്ടല്ല. ഇലിയ ടൊപ്പോരിയ കംപ്ലീറ്റ് ഫൈറ്ററാണ്, സകല സ്കിൽസും കയ്യിലുണ്ട്, പ്ലസ് കയ്യിൽ ഈ ഒരു ഡൈനാമിറ്റി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു KO പവർ ഉണ്ട്. അതുകൊണ്ടാണ്. അലക്സ് പെരേര എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള ആളാണ്, ഒരുപാട് വീക്ക്നെസ്സുകളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഒരു കൈയുടെ പവറിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും നാളെ ഞങ്ങൾ പലരും ഇതുപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇതുപോലെ, ഇപ്പം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മല്ലു നോക്കോട്ടിലെ കെവിൻ ബ്രോ ഇതുപോലെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേരും പുള്ളി അത് അങ്ങനെ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഷാഹുൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്നിട്ട് പെരേര അങ്ങനെ പറയാൻ പറ്റില്ല, പെരേര ഒറ്റ ലെഫ്റ്റ് ഹുക്ക് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അതിനും ഇത്രയും നാളും ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് പഴയ എറയൊന്നുമല്ല, അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എവോൾഡ് ഫൈറ്റേഴ്സിൻ്റെ കാലമാണ്. അതുകൊണ്ട് സെർട്ടൻ ട്രിക്സ് മാത്രം കയ്യിലുള്ള ആൾക്കാരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വേറൊരു കേസ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ റോബലിസ് ഡിസ്പൈനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം റോബലിസ് ഡിസ്പൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ യൂസിലില്ല, ഇപ്പോൾ കരാട്ടെ കോമ്പാറ്റില്ല. പുള്ളി കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഭയങ്കര സെൻസേഷനായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അത് ഇല്ല വൺ ഷോട്ട് ചെയ്ത് KO ചെയ്ത് കളയുമായിരുന്നു. ഈ പുള്ളിക്കാരൻ ക്യൂബനാണ്. പുള്ളി തൈക്കോണ്ടയിൽ ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ആയിരുന്നു. പുള്ളി ഇതുപോലെ യൂസിൽ വന്നിട്ട് ആൾക്കാരിങ്ങനെ വൺ ഷോട്ട് ചെയ്ത് KO ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് അണ്ടർ 20 സെക്കൻഡിലൊക്കെ, ഫസ്റ്റ് റൗണ്ടിലൊക്കെ. പക്ഷേ പെട്ടെന്ന് ഒരാൾ പുള്ളിയെ ഗ്രൗണ്ടിലെടുത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് പുള്ളിക്ക് അവിടെ കിടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പോയി. അങ്ങനെ കണ്ടിന്യൂസ്ലി 2 ഫൈറ്റ് ആയപ്പോഴത്തേക്ക് പുള്ളി ഇറക്കൊരു ഫ്രോഡ്സൊക്കെ പോലെ പോയി. അലക്സ് പെരേര ഇനീഷ്യലി ആ രീതിയിൽ തന്നെ ആയിരുന്നു. എടുത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അലക്സ് പെരേര അവിടെ കിടന്ന് കുറച്ച് ഡിഫെൻഡ് ചെയ്യുന്നതല്ലാതെ ശരിക്കും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അല്ല, അലക്സ് പെരേര ഇപ്പോഴാണ് കുറേയൊക്കെ ആ ഒരു ഡിഫൻസ് ഒക്കെ ആയി വരുന്നത്. പക്ഷേ എങ്കിലും തിരിച്ച് റെസ്ൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും സ്കില്ലൊന്നും അല്ലല്ലോ പെരേര. ഇപ്പോൾ റോബലിസ് ഡിസ്പൈനെ ശരിക്കും കട്ട് ചെയ്ത് കളയുന്നവർ ഇത്ര സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി ശരിയാക്കിയാനെ. അതിനും കാര്യം പറയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു KO പവറിലോ അല്ലെങ്കിൽ സർട്ടൻ ആസ്പെക്ട്സിൽ മാത്രം നമുക്കിങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരുപാട് ഈ പെരേര ഫാൻസിന് ഇപ്പോൾ പുതിയൊരു പേര് കിട്ടിയിട്ടുണ്ട്, പോർട്ട് ആർട്സ്. അതായത് റീടാർഡ് എന്നൊക്കെ പറയുന്നതല്ല, പോർട്ട് ആർട്സ് എന്ന് പറയുന്ന പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. അതായത് ഇതിൽ പല കാഷ്വൽ ലെവലിലേക്ക് പോയി എങ്ങനെ ആയിരിക്കുക. പെരേര ഇനി ഇമ്പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ, സ്ട്രൈക്കിങ് അതിൻ്റെ കൂടെ ഈ പറയുന്ന ഡിഫൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അങ്കലാവിനെതിരെ ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പം പെരേര എന്ന് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു നാച്ചുറൽ ഹെവി വെയിറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പുള്ളി ഹെവി വെയിറ്റിൽ പോയി കഴിഞ്ഞാൽ ടോമസ് പെനാലിനോട് ജയിക്കും തോന്നുന്നുണ്ടോ? ടോമസ് പെനാലിനെ ചിലപ്പം ഇടിച്ച് KO ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ടോമസ് പെനാലിൽ നിൽക്കത്തില്ല, നേരെ പോയി എടുത്ത് റഗ്ബി ടാക്കിൽ നിലത്തിട്ട് കളയും. നിലത്തിട്ട് കഴിഞ്ഞ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതിന് അങ്ങനെയൊക്കെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ പെരേരയെ വിശ്വസിക്കരുത്. അല്ലാതെ ഇപ്പോൾ പെരേരയോടുള്ള ഈ പറയുന്ന വെറുപ്പ് മൂത്തിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ പെരേര ഇഷ്ടമല്ല എന്നിട്ടോ ഒന്നുമല്ല. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. ഇത് MMA ആണ്, അല്ലാതെ ഇത് കരാട്ടെ കോമ്പാറ്റ് അല്ല. അന്നേരം അതിന് ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിന് ഈ സ്റ്റാർഡം ഒക്കെ തലക്ക് കയറിയിട്ട് ശരിക്കും പെരേര ആ ഒരു ഡൗൺഫോളിലേക്ക് പോകാതെ അതിന് പകരം ബെറ്ററായിട്ട് തിരിച്ചു വരട്ടെ. പിന്നെ തിരിച്ചു വന്നിട്ട് ടൈറ്റിൽ റീക്ലെയിം ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ അലക്സ് പെരേര തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പ്രോസസ്ക്ക് ചാമ്പ്യൻ ആവട്ടെ. Congratulations. I'm coming.